ഹലോ, ഗുഡ് മോർണിംഗ് ഒക്കെ കഴിഞ്ഞു. നേരെ ഉച്ചയാവാറായിട്ടാ. നമ്മുടെ വീട്ടിൽ വന്ന കിടന്നുറങ്ങൽ ഒരു ശീലമാണ്. അപ്പോൾ അതുപോലെ 8 മണി വരെ കിടന്നുറങ്ങിയിരിക്കുകയാണ് ഇന്ന്. അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഇതപ്പോൾ 10 മണിയൊക്കെ കഴിഞ്ഞു, 10-10:30 കഴിഞ്ഞു. എന്നിട്ടൊരു ഹോം ടൂർ ചെയ്യാമെന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗേറ്റ് പറയണത് ഇതാണ്. അന്ന് നമ്മൾ പെയിൻ്റൊക്കെ അടിച്ചില്ലേ, നീല ഗേറ്റ്. അപ്പോൾ ഞാൻ മുറ്റത്ത് നിന്നാണ് കേട്ടോ വീഡിയോ എടുക്കണത്. റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് എടുക്കണം എന്നുണ്ട്. അപ്പോൾ റോട്ടിലേക്ക് ഇറങ്ങണില്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗേറ്റ് എന്ന് പറയുന്നത്. മഴയും വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ തുരുമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വെച്ച ദിവസം കൂടി പെയിൻ്റ് അടിച്ച് ഒരുവിധം വൃത്തിയാക്കിയതാണ് ഇത്. അപ്പോൾ ഒലവക്കോട് ജംഗ്ഷനിൽ കുറച്ച് ദൂരം അങ്ങോട്ട് പോന്നിട്ടാണ് നമ്മുടെ വീടിൻ്റെ സ്ഥാനം. ഇത് എൻ്റെ സ്വന്തം റിസ്കിൽ ഞാൻ ഉണ്ടാക്കിയ വീടാട്ടോ. പൊങ്ങച്ചായിട്ട് പറയുമൊന്നുമല്ല. രണ്ട് സമുദായത്തില്ല, ഹിന്ദു തന്നെ. ഹിന്ദുവിൽ നായർ, ഈഴവ കാസ്റ്റ് വിവാഹിതരാണ് ഞങ്ങൾ. അപ്പോൾ ഞാൻ നായരാണ്, മൂപ്പര് ഈഴവരുമാണ്. അപ്പോൾ അവർ ഈ പാലക്കാടായതും കൊണ്ട് ഒരു തമിഴ് കൾച്ചറും കൂടി വരുന്ന കാരണം അവരുടെ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും നമുക്കങ്ങ് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം നമുക്ക് നമ്മുടേതായ സ്വപ്നങ്ങളും മറ്റേ ലക്ഷ്യങ്ങളും ഉള്ളതും കൊണ്ടാണ് അങ്ങനെയൊക്കെ. അപ്പം ഞാനും അങ്ങനെ ഒരു കൂട്ടത്തിലാണ്. എന്നെ നിയന്ത്രിക്കുന്നതോ വല്ലാണ്ട് അങ്ങോട്ട് നിയന്ത്രിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുള്ളത് അടിച്ചേൽപ്പിക്കുന്നതോ ഒന്നും ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് ഞാൻ കേട്ടോ. അപ്പം അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് കുറച്ച് മാറി താമസിക്കാമെന്നും പറഞ്ഞിട്ട് ഒരു ആശയം എൻ്റെ മനസ്സിൽ കയറിയതാണ്. അങ്ങനെയാണ് നമ്മൾ ഈ വീടുണ്ടാക്കാൻ കാര്യം. നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് വീടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതായത് മാറി താമസം എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമാണല്ലോ. അതുകൊണ്ട് തന്നെ നല്ലോണം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. വേറെ ആരും മുൻകൈ എടുത്തിട്ടില്ല. അതുകൊണ്ട് എൻ്റെ സ്വന്തം റിസ്കിൽ തന്നെ വേണം പറയാൻ. അങ്ങനെയാണ് നമ്മൾ ഈ വീടൊക്കെ ഉണ്ടാക്കിയത്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ അച്ചൂസിനെ രക്ഷിച്ചെടുക്കലൊക്കെ ഭയങ്കര ടാസ്ക് പിടിച്ചൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മൈൻഡൊക്കെ അങ്ങനെ ഇതായിട്ട് കയ്യിൽ 10 പൈസ ഒന്നും ഉണ്ടായില്ല. അപ്പോഴാണ് ഇങ്ങനെ അറിഞ്ഞത് ഇങ്ങനെ ഒലവക്കോട് ജംഗ്ഷനിൽ ഒരു 5 സെൻറ്റ് സ്ഥലം വിൽക്കാനുണ്ട് എന്ന് ഇവൻ്റെ അച്ഛൻ എന്നോട് വന്ന് പറയുന്നത്. അങ്ങനെ ഓവർ റിസ്ക് എടുത്തിട്ട് ഉള്ളത് മുഴുവൻ വിറ്റ് പെറുക്കിയിട്ട് പരമാവധി എല്ലായിടത്തുനിന്ന് ലോൺ എടുത്ത് അങ്ങനെ ഉണ്ടാക്കിയതാണ് നമുക്ക് ഈ വീടിട്ടാ. ഞാനിതിനെ ഒരു ആദ്യമൊക്കെ ഇങ്ങനെ എന്താ പറയുക, വീട് വന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും ഞാൻ. അപ്പം അങ്ങനെ റിസ്ക് എടുത്ത് ഉണ്ടാക്കിയതായിരുന്നോ. അവിടെ അച്ഛൻ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ അത്ര നേരം ടി വി കാണുന്നു. ടി വി ഓഫാക്കിയപ്പോൾ പരസ്യം വന്ന് കാണും അല്ലേ. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞ് നിന്ന കാട് കയറിപ്പോവും. പറയാൻ അത്രയും ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വീട് കാണിക്കട്ടെ, അതാണ് പ്രധാനം. വീട് അപ്പോൾ വീട് കാണിക്കലാണല്ലോ പ്രധാനം. ഇതൊക്കെ നമ്മൾ മുകളിൽ ഷീറ്റിട്ടതിൻ്റെ ബാക്കി ബാലൻസ് ആണ്. അപ്പോൾ അത് ഗേറ്റിൽ ഇങ്ങനെ ആർച്ച് പോലെ ചെയ്യാൻ വേണ്ടി കൊടുന്നിട്ടതാണ്, ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനെ വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തേക്ക് വരാം, വീട് കാണിക്കാം. അപ്പോൾ മുറ്റത്ത് ഇതാണ് നമ്മുടെ കിണറിൽ വെള്ളമൊക്കെ ഉണ്ട്. അത്രയ്ക്ക് നല്ല വെള്ളമല്ല. അതുകൊണ്ട് നമുക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ വേറെ പുറത്തുനിന്ന് എവിടെ കൊണ്ടുതന്നെ, അല്ലെങ്കിൽ ഇത് ഫിൽറ്റർ ചെയ്തെടുക്കണം. ഞങ്ങളിത് ഫിൽറ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് മലമ്പുഴ വെള്ളം കുപ്പിയിലൊക്കെ ഇട്ടിട്ട് കൊണ്ടുവരും. ഗേറ്റിൻ്റെ അപ്പുറം ഒരു തുളസിത്തറ പണിത് വെച്ചിട്ടുണ്ട്. അതിലിപ്പോൾ തുളസീൻ്റെ കുഞ്ഞു കുഞ്ഞു തൈകളുണ്ട്, വേറെ എന്തൊക്കെയോ തൈകളുണ്ട്. നമ്മളിവിടെ ഇല്ലല്ലോ, നമ്മൾ മിക്കവാറും അട്ടപ്പാടിയല്ലേ, വല്ലപ്പോഴും ഇങ്ങോട്ട് വരുന്നതല്ലേ ഉള്ളൂ. മതിലൊക്കെ വെയിലും മഴയൊക്കെ കൊണ്ട് പൂപ്പലൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പം നേരത്തെ കാണിച്ച പോലെ തന്നെ കിണർ. ഇത് വാഹനങ്ങൾ നിർത്തിയിടാനുള്ള, വാഹനങ്ങൾ പറയാനൊന്നും ഇല്ല കേട്ടോ. ഇപ്പം നിർത്തിയിടാനുള്ള ഷെഡൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല, അതായത് പോർച്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം അതിന് ഷീറ്റ് ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് ഇവിടെ പോർച്ചിനുള്ള സ്ഥലം ഒഴിച്ചിട്ട് തന്നെ ആയിരുന്നു. പിന്നെ ഷീറ്റ് ഇട്ടിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രണ്ട് ഭാഗം എന്ന് പറയണത് ഇതാണ്. നമ്മുടെ സിറ്റ് ഔട്ട് ഒക്കെ ചറവറാന്ന് കിടക്കുകയാണ്. പിന്നെ നമ്മുടെ ഷാഡോ കുഞ്ഞ് ഇവിടെ ഉള്ളതുകൊണ്ട് ഒന്നും ഒതുക്കി വെച്ചാൽ ഒതുങ്ങി നിൽക്കുകയില്ല കേട്ടോ. പിന്നെ ചുമറ്റ ചിത്രങ്ങൾ നമ്മൾ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. നമ്മൾ വരച്ചതാണ്. ഞാൻ ഒറ്റ ദിവസം കൂടി ഇരുന്ന് വരച്ചതാണ്. ഞാൻ വരയ്ക്കും, അവൻ പെയിൻറ്റ് കൊടുക്കും. അങ്ങനെ മിക്കവാറും പെയിൻറ്റൊക്കെ സെലക്ട് ചെയ്തത് അവൻ തന്നെ ആണ് കേട്ടോ. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് മേലത്തെ ഭാഗം എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ്. അവിടെ ഷീറ്റിൻ്റെ ചോട്ടിൽ നിന്നത് കൊണ്ട് നമുക്കത് കാണാൻ പറ്റിയില്ല. ഈ ഭാഗം കാണൂലായിരുന്നു. ഇപ്പോൾ അതാണ് നമ്മുടെ വീടിൻ്റെ ഒരു സ്ട്രക്ചർ. ഷീറ്റൊക്കെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇട്ടതാണ്. അതിൻ്റെ മുകളിലൊക്കെ നമുക്ക് കയറി പോകാൻ പറ്റും. പിന്നെ മുറ്റത്തുള്ളത് ഇത് ഷാഡോൻ്റെ കൂടാണ്. ഈ കൂട്ടിലൊന്നും അവൻ കയറാറില്ല. വല്ലപ്പോഴും ആരെങ്കിലും വരുമ്പം ഇവൻ്റെ അച്ഛൻ പറഞ്ഞാൽ മാത്രമാണ് പിന്നെ കൂട്ടിക്ക് കയറുന്നത്. അപ്പം നമുക്ക് അതൊക്കെ സിറ്റ് ഔട്ടിക്ക് കയറാം.
ഇവിടെ ഇങ്ങനെ ഒരു തുണിയല്ല ഒരു മാറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. പക്ഷെ ദേ ഭീകരൻ വാതിൽക്കൽ നിൽക്കണു. അതുകൊണ്ട് ഈ മാറ്റ് ഇപ്പോൾ നല്ല രീതിക്ക് കിടക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ മുറ്റത്തായിരിക്കും കേട്ടോ. ഒക്കെ തട്ടി തെറിപ്പിച്ചിട്ടാണ് ഇവൻ ഓടുക. പിന്നെ ഇതൊരു അക്വേറിയം, അതിലിപ്പോൾ മീനൊന്നുമില്ല. എല്ലാം മോട്ടറൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല ഞങ്ങളിവിടെ നിന്നിരുന്ന സമയത്ത് നല്ല രീതിക്കൊക്കെ ഉണ്ടാക്കിയതായിരുന്നു. പിന്നെ ഇപ്പോൾ മോട്ടറൊക്കെ കേട് വന്നപ്പോൾ നമ്മളതെല്ലാം കളഞ്ഞു. പിന്നെ വെള്ളം നന്നല്ലാത്തതും കൊണ്ട് മീനുകളൊന്നും അധിക കാലം അതിൽ ജീവിച്ചിരിക്കണമില്ല. മോട്ടർ വെക്കുമ്പോൾ നിൽക്കാറുണ്ട്. ഇപ്പോൾ പിന്നെ നമ്മളില്ലല്ലോ, അതുകൊണ്ട് വെറുതെ ഇതിനെ കൊല്ലണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മീനിനൊന്നും ഇടാറില്ല കേട്ടോ. ഇപ്പം നമ്മൾ അകത്തേക്ക് കയറാൻ പോവുകയാണ്. വാതിൽ അടച്ചും കൊണ്ട് നമ്മുടെ അതേ ഷാഡോ ഇവിടെ ഫ്രണ്ടിൽ തന്നെ കിടക്കുക. അവനെ ചാടി കടന്നു വേണം അപ്പുറത്തേക്ക് പോവാൻ. അവൻ വലിച്ചു കൂട്ടിയിടുന്നതാണ് തുണിയൊക്കെ കേട്ടോ. ഇത് പിന്നെ അവൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ചുരിദാർ അവൻ്റെ തുണിയാക്കി വെച്ചിരിക്കുക. കാലങ്ങളായിട്ട് ഇത് ചവച്ചാലേ അവന് ഉറക്കം വരൂ. പിന്നെ ഈ ഡോറിൻ്റെ ഒരു ഭാഗം നമ്മൾ തുറന്നിടാറുള്ളൂ. രണ്ട് ഡോറായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണ്. അപ്പോൾ അതിൽ വലുത് മാത്രം തുറന്നിടും, ചെറുത് അങ്ങനെ അടച്ചിട്ട് തന്നെ വെക്കും. വെറുതെ ഒക്കെ തുറന്ന് മലർത്തിയിടണ്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ ബാൽക്കണി അല്ലല്ലോ, സിറ്റ് ഔട്ടിൽ നിന്ന് കയറിയിട്ടുള്ള ഹാള്. അപ്പോൾ ഇവിടെ സോഫ സെറ്റ് അങ്ങനെയൊന്നും നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ. ഒന്നും അടുക്കി ഒതുക്കി വെക്കുന്ന ശീലം എനിക്കില്ലാത്തതുകൊണ്ടും ഞങ്ങളിവിടെ ഇല്ലാത്തതുകൊണ്ടും ഉള്ളതുള്ള പോലെയൊക്കെ ഞാൻ കാണിക്കുകയുള്ളൂ. അതുകൊണ്ട് ആരും എന്നെ കുറ്റമൊന്നും പറയരുത്, അങ്ങനെ വെച്ചില്ല ഒന്നും പറയല്ലേ. നമ്മുടെ അച്ചൂട്ടി ഇവിടെ നിന്നിട്ട് ലില്ലി കാണുകയാണ്. ലില്ലി പറഞ്ഞാൽ ഹൈഡി കാർട്ടൂൺ കാണുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വിളക്കൊക്കെ കത്തിക്കുന്ന സ്ഥലം. ഇവിടെ 3-4 ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഒരു മയിൽപ്പീലി, പിന്നെ നമ്മുടെ കറണ്ടിൻ്റെ എന്താ പറയുക ഓണും ഓഫും ഒക്കെ ഉണ്ടാവുന്നതൊക്കെ ഇതിലാണ് കേട്ടോ. ഇത് മറ്റേ എന്താ 3 ഫേസോ അങ്ങനെ പറയില്ല, അതാണ്. നമ്മുടെ കറണ്ടിൻ്റെ സെറ്റപ്പ് അടച്ചു വെക്കട്ടെ. മോട്ടറൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ നല്ല ഹെവിയിലൊക്കെ വരുമ്പോൾ അത് തന്നെ ഡ്രിപ്പായിട്ട് ഓഫായിക്കോളും. പിന്നെ ഒരു ചിത്രപ്പ് അടുത്ത കാലത്ത് നമ്മൾ വാങ്ങിയതാണ്. തൂക്കി വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് തൽക്കാലം ചുമരിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. തൂക്കി വെച്ച ചുമരിന് ഓട്ടയൊക്കെ തുളയ്ക്കണ്ടേ, അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ല സോഫ സെറ്റൊന്നും വാങ്ങിയിട്ടില്ലാന്ന്. ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഇരിക്കുന്നത് ഈ വയറ് ചെയറിൽ തന്നെയാണ് കേട്ടോ. വയറല്ല ചൂരൽ ചെയറിലാണ്. അതിലൊരു കുഷ്യൻ ഉണ്ടായിരുന്നു, ഒരു പക്ഷേ നമ്മുടെ ഷാഡോ എടുത്ത് കൊണ്ടുപോയി കാണും. പിന്നെയുള്ളത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ 2-3 ചെയറൊക്കെയാണ്. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ വരാനൊന്നും ആരുമില്ല, അതുകൊണ്ട് ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇതുണ്ടാക്കാൻ തന്നെ ഞാൻ ഒരുപാട് പാടുപെട്ടിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇനിയിപ്പോൾ പതിയെ ചെയ്യാമെന്ന് വിചാരിക്കുക. പിന്നെ ഈ ചിത്രം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുണ്ടല്ലോ, നമ്മുടെ പല വീഡിയോയിലും ഈ ചിത്രം കാണിക്കുന്നുണ്ടല്ലോ. ഇത് 1 മാസമൊക്കെ എടുത്തിട്ട് വരച്ചതാണ്, അതായത് കുറേശ്ശെ എടുത്ത് വരച്ചതാണ് ഞാൻ അച്ചും കൂടി. നീ വരണ്ടോ വീഡിയോ എടുക്കാൻ? ഇല്ല. അപ്പോൾ ഇത് ഹാളത്തെ കാഴ്ച എന്നൊക്കെ പറയുന്നത് ഇതാണ് കേട്ടോ. പിന്നെ ഒരു ഫാനുണ്ട്, ഇതാ ഒക്കെ പൊടിയും പിടിച്ച് കിടക്കുകയാണ്. ഞങ്ങൾ ഇന്നലെ ഇങ്ങോട്ട് വന്നല്ലുള്ളൂ, ഇനിയൊക്കെ തട്ടി വൃത്തിയാക്കിയിട്ട് വേണം. അമ്മ ഞങ്ങളുടെ കൂടെയാണ്, പക്ഷെ അമ്മയ്ക്ക് ആരോഗ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ തട്ടി വൃത്തിയാക്കാനൊന്നും കഴിയില്ല. അപ്പോൾ അത് ആ ഹാള്. പിന്നെ വേറൊരു ഹാളിലേക്കാണ് ഇങ്ങനെ കിടക്കുന്നത്. നമ്മളിവിടെ കർട്ടനൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട്. പറഞ്ഞ പോലെ ചെയറൊന്നും ഒതുക്കിയൊന്നും വെച്ചിട്ടില്ല. പിന്നെ ഇവിടെ നമ്മുടെ ഓഫീസിലൊക്കെ വിൽക്കാൻ വന്നിട്ട് ഒരു ചിത്രം കിട്ടിയപ്പോൾ വാങ്ങി കൊടുന്ന് ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല 3D ആണ് ഇത്. പിന്നെ ഇവിടെ ഒരു ക്ലോക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഫ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ നിറയെ സാധനങ്ങളാണ്. അങ്ങനെ മേശയും സാധനങ്ങളും സെറ്റപ്പൊന്നും ഇല്ലാത്തതും കൊണ്ടൊക്കെ നിറയെ സാധനങ്ങളാണ്. പിന്നെ ഇത് അച്ചൂസിൻ്റെ ഒരു വണ്ടി. ഇത് നമ്മൾ വാട്ടർ ഫിൽറ്റർ വാങ്ങിയപ്പോൾ അതിൻ്റെ ബോക്സാണ്. അതിൻ്റെ ഉള്ളിൽ അവ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. പിന്നെ ഇതൊരു വാഷ് ബേസിൻ, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കൈയൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുള്ളൊരു വാഷ് ബേസിനാണിത്. വാഷ് ബേസിൻ. പിന്നെ ജനലിലൊരു കലണ്ടർ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് ഒരു റൂമുണ്ട് കേട്ടോ. ഈ റൂം നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ യൂസൊന്നും ചെയ്യാറില്ല. കുറച്ച് അല്ലറ ചില്ലറ കച്ചറ സാധനങ്ങളൊക്കെ ഇടുന്നൊരു റൂമാണിത്. ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതാണ് റൂം എന്ന് പറയുന്നത്. ഇനി ഒക്കെ സെറ്റപ്പ് ചെയ്യണം. ഇതിൻ്റെ ഉള്ളിലാണ് പക്ഷേ AC ഒക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല. കടുത്ത വേനൽക്ക് കുറച്ച് നേരം ഇടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വന്ന് കിടക്കും. ഇപ്പം പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ യൂസൊന്നുമില്ല കേട്ടോ.
പിന്നെ അച്ചൂസിൻ്റെ അച്ഛൻ്റെ കുറച്ച് ഷർട്ടും കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇത് മറ്റേ മദ്യക്കുപ്പികളാണ് 3-4 അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ കുപ്പിയൊക്കെ പെറുക്കി കൊടുന്ന് ആർട്ടൊക്കെ ചെയ്യും. പിന്നെ കുറേ ആർട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുപ്പിയെല്ലാം നമ്മുടെ ഓരോരുത്തർ വന്ന് ഇഷ്ടപ്പെട്ട എടുത്തുകൊണ്ട് പോവലാണ് പതിവ്. അപ്പോൾ കുറച്ച് കുപ്പിയൊക്കെ അച്ചൂൻ്റെ പഴയ സ്കൂളിലുണ്ട്. അപ്പോൾ ആ സ്കൂളിൽ പോയി നോക്കിയാൽ ഇപ്പോഴും അച്ചൂസ് ഉണ്ടാക്കി കൊടുത്ത കുപ്പി ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ടിലേക്കുള്ളൊരു കാഴ്ച, നമ്മുടെ ഗേറ്റൊക്കെ കാണുന്നത് കണ്ടോ. അതായത് ആ ഹാളിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് കയറിയാൽ ഫ്രണ്ടിലേക്കുള്ള റൂമാണ് ഇത്. അപ്പുറത്തുനിന്ന് ജനൽ ആ ശ്രീകൃഷ്ണൻ്റെ ചിത്രമൊക്കെ വരച്ചതിൻ്റെ അവിടെ. പിന്നെ അച്ചു സ്കൂളിൽ പഠിച്ചിരുന്ന 2ാം ക്ലാസ്സിലെങ്ങാണ്ടും പഠിച്ചപ്പോൾ നമ്മുടെ പൂമ്പാറ്റയും വെള്ളിയിലെ വള്ളിയും ഒക്കെ വരച്ചതാണ് കേട്ടോ. ഇത് വരച്ചിട്ട് അവങ്ങനെ അഭിനയിക്കുമായിരുന്നു വെറുതെ. അങ്ങനെ ഫോട്ടോയിൽ നമ്മൾ ലൈറ്റ് ഒന്നും വെച്ചിട്ടില്ല. പിന്നെ ഒരു ഫാനുണ്ട്, ലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ചുമരല്ല നമ്മൾ ഇവിടെ വെക്കില്ല, ചുമരിൽ തന്നെ ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുന്ന 3-4 ലൈറ്റാണ് പിന്നെ ഈ റൂമിൻ്റെ ഉള്ളിലുള്ളത്. അങ്ങനെ അപ്പോൾ ഇതാണ് ഈ റൂമിൻ്റെ സെറ്റപ്പ്. പിന്നെ ഒരു ചെറിയ കട്ടിൽ ഇതിലുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ കച്ചറ സാധനങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലാണ് കൂട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ. ആവശ്യമുള്ളപ്പോൾ വന്നെടുക്കും. കുറേ ക്രാഫ്റ്റിൻ്റെ ഐറ്റംസും പിന്നെ അതുപോലെ ഉണങ്ങിയ ഡ്രസ്സുകളൊക്കെ കൊടുന്നിട്ടിട്ട് ഇപ്പം എത്ര ദിവസമൊക്കെ മഴയായിരുന്നു. അപ്പോൾ അതാണ് ഈ റൂം. അപ്പോൾ ഈ റൂമിൽ നമുക്ക് പുറത്തേക്ക് പോവാം. ഡോർ അടച്ചു വെച്ചാണ്, പുറത്തുനിന്നുള്ള സൗണ്ട് കേട്ടപ്പോൾ അടച്ചു വെച്ചതാണ്. തുറക്കട്ടെ. പിന്നെ ഫ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് ഓപ്പോസിറ്റ് ഇങ്ങോട്ടൊരു ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിൽ ഇതൊരു കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട്, ഒരു കിടക്കയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെയാണ് അമ്മ കിടക്കുക. അപ്പോൾ കർട്ടനുകളും ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഈ റൂമിൽ മാത്രം കബോർഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഒരുവിധം വലിപ്പമുള്ളൊരു റൂം. പിന്നെ കിടന്നുറങ്ങാൻ വേണ്ടി ഇത്രയൊക്കെ സ്പേസ് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത്ര പോകുന്ന റൂമൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കബോർഡ് ചെയ്തിട്ടുണ്ട്. ഈ കബോർഡിൽ കുറച്ചൊക്കെ എൻ്റെ തുണികളുണ്ട്, പിന്നെ അവൻ്റെയും അച്ഛൻ്റെയും ഒക്കെ തുണികളുണ്ട്. അപ്പോൾ നമുക്ക് ജനലിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പുറത്ത് നോക്കിയാലൊക്കെ ഉള്ളൊരു കാഴ്ചയൊക്കെ കാണാൻ പറ്റിയത് കണ്ട. ജനലിൻ്റെ ഉള്ളിൽ കൂടി അവിടെ ഒരു ഫ്ലാറ്റൊക്കെ പണിയണമൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഈ റൂമിൽ നമുക്കൊരു ബാത്റൂം ഉണ്ട് കേട്ടോ. മറ്റേ റൂമിൽ ടോയ്ലറ്റ് ഉണ്ടാക്കിയിട്ടില്ല. ആ ടോയ്ലറ്റ് ഉണ്ടാക്കാൻ അന്ന് വരച്ച പ്ലാന്റ് സ്ഥലത്താണ് നമ്മളിപ്പോൾ എന്ത് വെച്ചിട്ടുള്ളത്, നമ്മൾ വാഷ് ബേസിൻ വെച്ചിട്ടുള്ളത്. വാഷ് ബേസിനല്ല, ബേസിൻ തന്നെ ചോറിനിട്ടൊക്കെ കൈയേക്കാനുള്ള സ്ഥലം വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ റൂമിൻ്റെ ടോയ്ലറ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ അടച്ചു വെക്കട്ടെ. പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ റൂമിൽ നിന്ന് ഇത് നമ്മുടെ അടുക്കള ഒക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ കിടക്കുന്നുണ്ടാവും കേട്ടോ. കാരണം ഞങ്ങൾ ഇവിടെ ഇല്ലല്ലോ, വയസ്സായ ഒരു അമ്മ മാത്രമാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവൻ്റെ അച്ഛൻ അങ്ങനെ ഒതുക്കി വെക്കാനൊന്നും അച്ഛന് നേരമൊന്നും കിട്ടില്ല. അവർക്ക് എപ്പോഴും ജോലി തിരക്കാണ്, ഇപ്പോഴും പോയിരിക്കുകയാണ്, ഇവിടെ ഇല്ല കാണിക്കണമെങ്കിൽ. അപ്പോൾ എല്ലാവരും ചോദിക്കും അച്ചൂസിൻ്റെ അച്ഛൻ എവിടെയെന്ന്. അച്ഛനെ മിക്കവാറും വീഡിയോയിലൊന്നും കിട്ടാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ ഭാഗമൊക്കെ ഞാൻ വിടാം, അമ്മയെ ഞാൻ കാണിക്കില്ല. ചോറ് ഇപ്പോൾ ഞാൻ വാർത്ത് വെച്ചാണ്, ആവി പോകാൻ വേണ്ടിയിട്ടാണ് തുറന്ന് വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ അടച്ച് വെക്കണം. അടുക്കളയിൽ നിന്ന് പോണതിൻ്റെ മുന്നേ അടച്ച് വെച്ചിട്ട് ഞാൻ പോവാം. അതൊക്കെ ടൈലാണേ. നമ്മുടെ മറ്റേ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു കബോർഡ്. പിന്നെ അച്ചൂസ് പഠിച്ചിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചിട്ട് ഇവിടെ വെച്ചിരിക്കുകയാണ് ഈ ബുക്ക്. അത് കഴിഞ്ഞ് അടുക്കള ചെറിയൊരു അടുക്കള കേട്ടോ. അതിലൊരു ഗ്രൈൻഡറും കൂടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഒക്കെ തുണിയിട്ട് മൂടിയിരിക്കുക, നായക്കുട്ടിയൊക്കെ കടിച്ച് വലിക്കും. ഒക്കെ അകത്തെല്ലാം വരുന്നതാണ് അവൻ. അത് കഴിഞ്ഞ് ഇവിടുന്ന് നമ്മൾ കയറുന്നത് ഒരു വർക്ക് ഏരിയയിൽ ഒന്നും പറയണ്ട, നിറച്ച് സാധനങ്ങൾ വലിച്ച് വാരി കൂട്ടിയിട്ടിരിക്കുകയാണ്. നമ്മളിവിടെ സ്ഥിരതാമസത്തിന് വരുന്ന കാലത്തൊക്കെ ശരിയാക്കാം. ഇപ്പോൾ ഇവരിവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കട്ടെ. നമ്മളിപ്പോൾ ആട്ടപ്പാടിയും വല്ലപ്പോഴും ഇവിടെയൊക്കെ ആയിട്ടല്ലേ നിൽക്കുന്നത്. അപ്പോൾ അത് പാത്രം കഴുകുന്ന സ്ഥലമാണ്. പിന്നെ വർക്ക് ഏരിയയിൽ എന്ന് പറഞ്ഞാൽ 2 അയ കെട്ടിയിട്ടുണ്ട്. മഴക്കാലത്ത് നമുക്ക് ഈ ഷീറ്റൊക്കെ ഇടുന്നതിൻ്റെ മുന്നേ കെട്ടിയ അയയാണിത്. പിന്നെ അമ്മയ്ക്ക് അങ്ങോട്ട് മുകളിലേക്ക് കയറാനൊന്നും കഴിയാത്തത് കൊണ്ട് ഈ അയ ഇവിടുന്ന് അയച്ചിട്ടില്ല. അപ്പോൾ മുകളിലൊക്കെ തോരിയിടാൻ നമുക്ക് സ്ഥലമുണ്ട്. പിന്നെ വർക്ക് ഏരിയയിൽ ഒരു ബാത്റൂം ഉണ്ട്. ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബാത്റൂമാണ്. ഇവരെ എല്ലാവരും ഇവിടെയാണ് യൂസ് ചെയ്യുക. പിന്നെ എന്തുണ്ടാ ടോയ്ലറ്റ് മുഴുവനായിട്ട് ഞാൻ തുറക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഇവിടെ ഒരു കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്താ കണ്ണാടി. പിന്നെ ഈ അയ കെട്ടിയതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മുടെ കിളി കൂട് കൂട്ടിയതാണ് ഇത് വർഷങ്ങളായിട്ട് നമ്മൾ വീട് ഉണ്ടാക്കി ഒരു വർഷം കഴിഞ്ഞതിന് ഇപ്പുറം ഇങ്ങോട്ട്
എല്ലാ വർഷവും കിളികൾ ഒരു 6 മാസം കൂടുമ്പോഴാണ് തോന്നുന്നു വന്ന് മുട്ടയിട്ടിട്ട് പോവാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ എന്ന് പറയുന്നത്. വർക്ക് ഏരിയന്ന് പിന്നെ ഇങ്ങോട്ട് തുറക്കുന്നത് മുറ്റത്തേക്കുള്ള ഡോറാണ് കേട്ടോ. ഉള്ള പോലെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ അതേപോലെ തന്നെ വീഡിയോ എടുക്കുന്നത്. അതായത് ഇങ്ങനെ അത് സെറ്റൊക്കെ ചെയ്ത് വെച്ച് അങ്ങനെ ഒതുക്കി പെറുക്കി അങ്ങനെയൊന്നും വീഡിയോ എടുക്കാൻ എന്നെ കൊണ്ട് കഴിയേ. അപ്പം ഇനി നമ്മൾ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ ഇറങ്ങി നമുക്ക് മേലെ പോവാം. അപ്പോൾ ഇതാണ് താഴത്തെ റൂമുകളൊക്കെ. ഇനി മേലെ പോവാം. ഡൈനിങ് ടേബിൾ ഇട്ട ആ ഹാളിക്ക് തന്നെ നമ്മൾ അടുക്കളയിൽ നിന്ന് വന്നിരിക്കുകയാണ്. അപ്പം ഇനി ഇത് അതിൻ്റെ സൈഡിൽ കൂടിയുള്ള മേലേക്കുള്ള സ്റ്റെപ്പ്. അപ്പം നമുക്കൊന്ന് ഇനി മേലെ കയറി പോയി നോക്കാം. ഷാഡോ വരുന്നുണ്ടോ കുഞ്ഞാ? ഷാഡോ കുഞ്ഞേ വരുന്നുണ്ടോ? മേലേക്ക് പോയാൽ അവൻ ഓടിക്കൊണ്ട് വരും. അതാണ് ഞാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചതും എൻ്റെ പുറകിൽ വന്നിട്ടുണ്ട് കേട്ടാ. കയറ്, മുന്നിൽ കയറ്. വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതേ പോയി. അങ്ങനെ കയറിയിട്ട് അവിടെ നമ്മൾ മേലത്തെ ഹാളിൽ എത്തിയിട്ടുണ്ട്. സ്റ്റെപ്പ് കയറിയിട്ട് ഇപ്പോൾ വാതിൽ തുറക്കാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് ഇവൻ. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ 2 റൂം പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ട ഒന്ന് കയറിയിട്ട് 2 റൂം. അപ്പോൾ ആദ്യത്തെ റൂം നമ്മൾ തുറക്കാം. അതായത് ഈ റൂം നമ്മൾ വല്ലാതെ കണ്ട് യൂസ് ചെയ്യാറില്ല കേട്ടോ. അത്യാവശ്യത്തിന് യൂസ് ചെയ്യുള്ളൂ. അവൻ പോയിട്ട് ആ വാതിലിന് ചവിട്ടിയ സൗണ്ടാണ് ഇപ്പോൾ കേട്ടത്. വാതിലിന് പോയിട്ട് ഒരൊറ്റ ചവിട്ട്. അത് എടുക്കാൻ പറ്റിയില്ല, കണ്ടില്ല. ആദ്യം അത് തുറക്കുന്നതാണ് അവൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ കൂടെ അങ്ങോട്ട് വന്നോളും. അപ്പോൾ ഈ റൂമിൽ പറഞ്ഞാൽ വലിയ സെറ്റപ്പുകളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീടുണ്ടാക്കാൻ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. ഇപ്പോഴും അതിൻ്റെ ലോൺ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള സെറ്റപ്പ് ഇപ്പോൾ സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് നമ്മൾ റൂമിൽ ഞാൻ അച്ഛൻ കൂടി വരച്ച ചിത്രം, ഡോറ ബുജി. പിന്നെ അത് നമ്മുടെ സ്റ്റിക്ക്, ട്രൈപോഡ്. നമ്മൾ ഇന്നലെ കൊണ്ടുവന്നിട്ടുള്ള ബാഗ്, ആ ബാഗിൽ നിന്ന് ഡ്രസ്സ് വലിച്ചിട്ടത്, അതൊക്കെയാണ്. ഈ കിടക്കുന്ന നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല, വല്ലപ്പോഴും യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. പിന്നെ ഈ ടോയ്ലറ്റ് ഞാനിതാണ് യൂസ് ചെയ്യുക. എപ്പോഴും ടോയ്ലറ്റ് ഞാൻ ഇത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുക. താഴെ അവർ യൂസ് ചെയ്യുന്നതല്ലേ. അപ്പോൾ അമ്മയും മകനൊക്കെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനും അച്ചൂസും മിക്കവാറും ഈ ടോയ്ലറ്റാണ് യൂസ് ചെയ്യുക കേട്ടോ. എനിക്ക് അച്ചൂസിൻ്റെ ഒക്കെ കഴുകണം. നമ്മളിപ്പോൾ ഇന്നലെ വന്ന് നമ്മൾ ഈ റൂം പൂട്ടിയിടാറാണ്. അങ്ങോട്ട് പോകുമ്പോൾ പൂട്ടിയിടും. എങ്കിലും വരുമ്പോൾ പൊടിയൊക്കെ പിടിച്ചിട്ട് ചളി ഉണ്ടാവും. മിക്കവാറും വരുന്നവർക്ക് ഈ ടൈലൊക്കെ ഇഷ്ടമാവാറുണ്ട് കേട്ടോ. നമ്മൾ അത്ര വിലയുടെ ടൈലൊന്നും അല്ല, ഒരു ഇത് ഒപ്പിച്ചിട്ടുള്ള ടൈലൊക്കെയാണ് എടുത്തത്. അതിൻ്റെ ഉള്ളിൽ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ വാഷ് ബേസിനുണ്ട്. ഇതൊക്കെ എല്ലാ ബാത്റൂമിലും 3 ബാത്റൂമിലും വെച്ച്, അല്ല രണ്ട് ബാത്റൂമിൽ, ഈ ബാത്റൂമിലും താഴെ റൂമിൻ്റെ ബാത്റൂമിലും അത് വെച്ചിട്ടുണ്ട്. പിന്നെ വർക്ക് ഏരിയത്തെ ബാത്റൂമിൻ്റെ പുറത്താണ് വെച്ചിട്ടുള്ളത് കേട്ടോ വാഷ് ബേസിനും കണ്ണാടിയൊക്കെ. ഇപ്പം ഇനി നമ്മൾ ഇങ്ങോട്ട് പുറത്തിറങ്ങാം. ഷാഡോ ഞാനിത് കാണിക്കുന്ന വരെ അവൻ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ട് ഡോറ് തുറക്കാൻ വേണ്ടിയിട്ട്. ഈ നീല ഡോറ് എന്ന് പറഞ്ഞാൽ ടെറസിലേക്കാണ്. അത് ഞാൻ ഈ റൂമും കൂടി കാണിച്ചിട്ട് അങ്ങോട്ട് പോവാം. അപ്പോൾ അത് ആദ്യത്തെ റൂം നമ്മൾ തുറന്നു. രണ്ടാമത്തെ റൂം തുറക്കുവാണ്. ഇത് പറഞ്ഞാൽ ഒരു ബെഡ്റൂം പോലെയല്ല, നമ്മളിപ്പോൾ ബെഡ്റൂം ആക്കിയിരിക്കുകയാണ്. ഞാനും അച്ചൂട്ടിയൊക്കെ ഇവിടെ കിടക്കുക. ഇതാണ് നമ്മൾ മെയിനായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സത്യം പറയാച്ചാൽ ഇത് ഈ ടൗണിലത്തെ വീടുകളൊക്കെ ഉണ്ടാക്കൂലേ, മേലെ ഏതെങ്കിലും ഫാമിലി താമസിക്കുവാണെങ്കിൽ അതിനുള്ള സെറ്റപ്പോട് കൂടിയിട്ടൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മീൻസ് TV ഒക്കെ വെക്കാനുള്ള സെറ്റപ്പ്, 2 വയറ് വലിക്കാനുള്ള പോലെ അവിടെ TVക്കുള്ള ഇതുണ്ട, TV ഒക്കെ വെക്കുവാണെങ്കിൽ അതുപോലെയൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഞങ്ങളവിടെ ഒരു കട്ടിൽ കൊടുന്നിട്ടു. ഞങ്ങളിപ്പോൾ 2 ഫാമിലിയൊന്നും ഇല്ലല്ലോ, അച്ചൂട്ടി മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഈ കൊതുക് വലേൻ്റെ ഉള്ളിൽ, ഇവിടെ കൊതുക് ശല്യം കുറച്ച് കൂടുതൽ തന്നെയാണ്. അപ്പോൾ കൊതുക് വലേൻ്റെ ഉള്ളിൽ ഇതാ ഈ ഫാനും നമ്മുടെ ഈ ഫാനും ഇട്ടിട്ടാണ് നമ്മൾ കിടന്നുറങ്ങുക കേട്ടോ. അപ്പോൾ 2 ഫാനും ഈ ഡോറ് തുറന്നിടുകയും ചെയ്യും. അപ്പോൾ നല്ല കാറ്റും കിട്ടുമല്ലോ. അങ്ങനെയാണ് നമ്മൾ കിടന്നുറങ്ങുക. പിന്നെ ഇതിലൊരു പറഞ്ഞ പോലെ കബോർഡ് ചെയ്തിട്ടുണ്ട്. എന്താ അതാണ് ഈ റൂം എന്ന് പറയുന്നത്. പിന്നെ ഈ റൂമിൽ നിന്ന് കണ്ട് പുറത്തിറങ്ങിയാൽ ബാൽക്കണിക്കാണ്. ഷാഡോ കുഞ്ഞ് ഓടിക്കൊണ്ട് വന്നിട്ട് ഇവിടെ കിടന്നു. ഇതിനു വേണ്ടിയിട്ടാണ് അവൻ വാതിൽ ചവിട്ടി പൊളിക്കാൻ നോക്കിയത്. ബാൽക്കണിക്ക് ഇറങ്ങിയാൽ ഒരു കാഴ്ച പറയണത് ഇതാ, അവിടെ വീടൊക്കെ വരുന്നവരെ ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ ഉണ്ടാവും. വീടൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ വീടുകൾ മാത്രമല്ലേ കാണുള്ളൂ.
നമ്മൾ വന്നതിനെക്കാട്ടിലൊക്കെ കൂടുതൽ വീടുകൾ ഇപ്പോൾ ഇവിടെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു വീട് പണി നടക്കണു. പിന്നെ ബാൽക്കണിയിൽ ഇങ്ങനെ നമ്മൾ ഇരിക്കാനുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെന്താ ബാൽക്കണി ചുമരത്തെ ചിത്രം, മിക്കി മൗസ്, മിനി മൗസ്. ഇതാണ് ബാൽക്കണി. അങ്ങനെ നമ്മളിങ്ങ് പുറത്തേക്ക് തന്നെ ഇറങ്ങും. പുറത്തേക്കല്ല, അകത്തേക്ക് തന്നെ കയറുവാണ്. അവനോട് കിടക്കട്ടെ, ഇതേ കിടക്കുന്ന ഷാട, അവനോട് കിടക്കട്ടെ. അപ്പം നമ്മൾ പോണത് എവിടേക്കാണെന്ന് വെച്ചാൽ ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമുക്ക് ടെറസിക്ക് പോകണ്ടേ. നമ്മൾ നീല ഡോറ് കണ്ടില്ല ഇവിടെ, അത് തുറന്നിട്ട് നമുക്ക് ടെറസിൽ പോയി നോക്കാം. തുണ്ടായിട്ട് ഏതൊക്കെയോ വീഡിയോയിലൊക്കെ ടെറസും പിന്നെ ബാൽക്കണിയും അതൊക്കെ കണ്ടു എന്നല്ലാണ്ട് അങ്ങനെ ഫുള്ളായിട്ട് ഷീറ്റൊന്നും എടുത്തിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഇതാ ഈ ഡോറ് തുറക്കുന്ന സൗണ്ട് കേട്ടതും നമ്മുടെ ഷാഡോ ഓടിക്കൊണ്ട് വന്നിട്ടുണ്ട്. പോവാണോ? ഇത് അടയും ഈ ഡോറ്. അപ്പം നമ്മുടെ ഒരു ഇഷ്ടിക വെക്കട്ടെ കേട്ടോ. ഇഷ്ടിക വെച്ചിട്ടുണ്ട്. അങ്ങനെ അതേ നമ്മൾ നമ്മുടെ ടെറസിക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇത് കണ്ട ഷീറ്റൊക്കെ ഇട്ടിട്ട് ഇവിടെയൊക്കെ നല്ല സെറ്റപ്പ് ചെയ്യണം. ഇതിങ്ങനെ കറുത്തിരുണ്ട് എങ്ങനെ എന്താ ഇരിക്കണമെന്നല്ലേ. അതായത് ഞാൻ പറഞ്ഞല്ലോ 4 വർഷമായി നമ്മൾ ഈ വീട് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ 4 വർഷമായിട്ട് വെയിലും മഴയൊക്കെ കൊണ്ട് കിടക്കുവാണ്. ഇപ്പോൾ ഈ ഒരു 5-6 മാസമായിട്ടുള്ളൂ നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ മേലത്തെ വെള്ളമൊക്കെ ചാടിയിരുന്നത് ഇവിടെ ആയിരുന്നു, ഈ ടെറസിക്ക്. അതോടെ കുഴിയൊക്കെ ആയിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇതൊക്കെ കണ്ട് വീട് കേട് വരുന്നപ്പോൾ എൻ്റെ നെഞ്ചിടിപ്പ് കൂടിയപ്പോഴാണ് ഞാൻ ഷീറ്റ് ഇടാൻ തീരുമാനിച്ചത്. അപ്പോൾ വീണ്ടും പോയി ലോൺ എടുത്തു, എന്നിട്ട് ഷീറ്റൊക്കെ ഇട്ടു കേട്ടാ. ഇതെന്താ നമ്മുടെ പൈപ്പ്, ഇവിടെ ടെറസിൽ നമ്മളൊരു പൈപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതുവരെയൊക്കെ ഞാൻ നെറ്റ് ഇടാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് നെറ്റ് ഇട്ടിട്ട് ഇവിടെ ഒരു ഹാള് പോലെ ആക്കിയെടുത്ത് കാവ്യോ അല്ലെങ്കിൽ പഴയ ടൈലോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് നല്ല ഹാള് പോലെ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഓർത്തു എന്തിനാ ഈ അങ്ങനത്തെ സാധനങ്ങളും കൊണ്ടൊക്കെ ആക്കണേ. അപ്പോൾ ഒരുപാട് മറ്റേ കുപ്പികൾ പെറുക്കി വെച്ചതുണ്ട് എൻ്റെ കയ്യിൽ. പഴയ വീട്ടിലാന്ന് മാത്രം. പഴയ വീടല്ല, പഴയ വീടിന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളെ വാടക വീട്ടിലാണ്. അതെല്ലാം എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവരണം. അതായത് മദ്യക്കുപ്പികൾ തന്നെ കേട്ടോ. ഞാൻ നടന്ന് പെറുക്കിയതാണ്. ഞാനും അച്ചൂസും കൂടി നടന്ന് പെറുക്കി അവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചാണ്. അപ്പോൾ നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയി. ഒലോക്കൊട്ടിക്ക് ഇനി എടുത്തിട്ട് വരണം. അപ്പം ഇങ്ങനെ ഈ ഓരോ കമ്പിയില്ലേ, ഇതാ ഓരോ കമ്പി, ഇങ്ങനെ ഓരോ കമ്പികളിലും അങ്ങനത്തെ കുപ്പി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വല്ല മണി പ്ലാന്റോ എന്തെങ്കിലും വെച്ച് കൊടുത്ത് വളരാൻ വിട്ടിട്ട് ചൂടിക്കയറോ അല്ലെങ്കിൽ ഇങ്ങനെ ചെടിക്ക് പിടിച്ച് കയറാൻ പറ്റിയ കയറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ തുണിന്ന് ഈ തുണിക്ക് കെട്ടി അങ്ങനെ ചുറ്റും അങ്ങനെ നമ്മുടെ പ്രകൃതിയോടാണെങ്കിൽ ചേർന്നൊരു മറ പോലെ ഉണ്ടാക്കാമെന്നാണ് ഇപ്പം ഞാൻ വിചാരിക്കുന്നത്. ഇനി എപ്പം മൈൻഡ് മാറുമെന്നും അറിയില്ല. അങ്ങനെ മാറുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതല്ലേ നല്ലത്. അപ്പോൾ കിളികളൊക്കെ വന്ന് കൂട് കൂട്ടിക്കോളും. അല്ലെങ്കിലും കണ്ടില്ലേ നമ്മളെ വർക്ക് ഏരിയയിലൊക്കെ കിളികൾ വന്ന് കൂട് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാനാണ് ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ടെറസ്. ഷീറ്റൊക്കെ ഇട്ട് ശേഷം ഇവിടെ നിറയെ സാധനങ്ങളും ഇരുമ്പൊക്കെ കൂടി കിടക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി പെറുക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ മുക്കിൽ കൂട്ടിയിട്ടുണ്ട്, ഈ കോണിയുടെ മുക്കിൽ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പം ഇനി അവസാനമായിട്ട് കാണിക്കാനുള്ള ഈ വീടിൻ്റെ ഭാഗം എന്ന് പറയുന്നത് മേലത്തെ ടെറസാണ്. ഇതേണ്ട കോണി അങ്ങോട്ട് മേലേക്ക്, അവിടെയും നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് കയറാം. പക്ഷെ അവിടെ ഞാൻ ഇതേപോലെ അടിച്ചു വരി വൃത്തിയാക്കിയിട്ടില്ല. ഇത് ഞാൻ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ തവണ വന്നപ്പം ഇവിടുത്തെ സിമെൻറ്റും പൊടികളും മണ്ണും ഒക്കെ അടിച്ചു വരി കളഞ്ഞതാണ്. പിന്നെ മേലെ കുറച്ച് മണ്ണും പൊടികളൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. എങ്കിലും കുഴപ്പമില്ലല്ലോ, നമുക്ക് കുറച്ച് ഇങ്ങനെ ചെയ്യാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ മേലെ ഭാഗം കൂടി കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മേലേക്കുള്ള കോണിപ്പടി ഒക്കെ പണി കഴിഞ്ഞതും കൊണ്ട് സിമെൻറ്റും എന്തൊക്കെയൊക്കെയോ പിടിച്ച് മണ്ണും ഒക്കെ പിടിച്ച് കിടക്കുവാണ്. ഞാൻ അതാ മേലേക്ക് കയറിയിട്ട് മേലേക്ക് എത്തി. ട്രെയിന് ഹോൺ അടിക്കുന്ന സൗണ്ടാട്ടോ കേട്ടതിപ്പോൾ. ഇത് കണ്ടോ, റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തല്ലേ നമ്മളെ വീട്, അതാണ്. പിന്നെ ഇത് നമ്മുടെ സിമെൻറ്റ് പൊടി, അതായത് ഷീറ്റ് തിറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഓരോ കുഴിയൊക്കെ കുത്തൂലേ, അതിൻ്റെ സിമെൻറ്റ് പൊടി. ഇനി ഇതൊക്കെ എല്ലാം വാരി കളയണം. അതിലൊക്കെ കുഴിയാന കൂട് വെച്ചിട്ടുണ്ട്. അച്ചുട്ടി കണ്ടപ്പോൾ വരും, TV കാണാനുള്ള തിരക്കില്ല. പിന്നെ ഈ ടെറസിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടാങ്ക്
ഇവിടെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ വീട് സെറ്റപ്പായപ്പോൾ ഇവിടുന്ന് പോവാനും തോന്നുന്നില്ല കേട്ടാ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരാനാണ് തോന്നാത്തത്. ഇപ്പോൾ പോവാൻ തോന്നുന്നില്ല. ഇതെന്താ ഷീറ്റൊക്കെ ഇട്ടിട്ട് കുറച്ച് നല്ല ഉയരത്തിൽ തന്നെ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നല്ല രസമുണ്ട് ഇവിടെ നടക്കാനൊക്കെ. ചൂട് പിടിച്ചാൽ ഇത്ര രസമൊന്നും ചിലപ്പോൾ തോന്നില്ല, പക്ഷെ അടിപൊളിയാണ്. ഇതാണ് നമ്മുടെ മേലത്തെ ഒരു കാഴ്ച എന്ന് പറയണത്. ചുറ്റും ഇപ്പോൾ പച്ചപ്പൊക്കെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അടിപൊളിയാണ്. ചുറ്റുള്ളൊരു കാഴ്ച കാണിക്കാന്ന് പറഞ്ഞിട്ട് ഒന്ന് തിരിച്ചു പിടിക്കുകയാണേ. എന്ത് രസാലേ കാണാൻ. താഴെ ഏതോ ഒരു ഡോർ അടയുന്നുണ്ട്. അതായത് ഞാൻ ഈ ഡോർ അടയാതിരിക്കാനുള്ള ആ സെറ്റപ്പൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനെ കാറ്റടയ്ക്കുമ്പോൾ പട്ടയെന്ന് പറഞ്ഞാൽ അടയും. അത് അടയുമ്പോൾ എൻ്റെ നെഞ്ചിടിപ്പ് കൂടിട്ടാ. കാരണം എന്താന്ന് പറഞ്ഞാൽ അത്ര കഷ്ടപ്പാട് അനുഭവിച്ചിട്ടാണ് നമ്മളിതൊക്കെ ഉണ്ടാക്കിയത്. എന്നിട്ട് അതിനിങ്ങനെ അവരുടെയാണ് ഇവരുടെയാണെന്ന് പറയാൻ കുറേ പേരും പറച്ചിൽ മാത്രമേ നടക്കുള്ളൂ എന്ന് എനിക്കറിയാം. ഞാൻ ഇപ്പം അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് ഇപ്പോൾ പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ സെറ്റപ്പ്, കണ്ടല്ലോ. ആ പിന്നെ പറഞ്ഞാൽ ഇങ്ങനെ നേരെ പോയിട്ട് ആ ഭാഗം കാണിക്കാൻ മറന്നു. ഒരു കുഞ്ഞി ടെറസ് ഉണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഒരു കുഞ്ഞി ടെറസ് ഇതേണ്ട. അവിടെ ഇറങ്ങാനുള്ള സെറ്റപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കോണി, ഇരുമ്പിൻ്റെ കോണിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു മറ്റേ നമ്മളെ ഡിഷില്ലേ സൺ ഡയറക്റ്റ്, അതിവിടെയാണ് വെച്ചിട്ടുള്ളത്. ഇവിടുന്ന് നല്ല ആഴമാണ് താഴേക്ക്. കാണുമ്പോൾ പേടിയാവും. ഈ അറ്റത്തൊക്കെ വന്ന് നിൽക്കാൻ പേടിയാണ്. ഞാൻ ഏകദേശം ഇവിടെ നിൽക്കുക. ഇപ്പം ഷീറ്റ് ഇട്ടുകൊണ്ട് നമുക്ക് അങ്ങനെ അറിയില്ല. അല്ലെങ്കിൽ ആ മുറ്റത്തേക്ക് ഭയങ്കര ഹൈറ്റ് ആയിരുന്നു കേട്ടോ. നോക്കുമ്പോൾ തല ചുറ്റും. അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ അവരുടെ എന്നൊക്കെ പറഞ്ഞ അധികാരം കാട്ടുന്നൊക്കെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, അതായത് ഞാൻ പറഞ്ഞല്ലോ, 2 സമുദായത്തിൽ നിന്ന് കല്യാണം കഴിച്ചതും കൊണ്ട് തന്നെ എൻ്റെ വീട്ടുകാർ എൻ്റെ അടുത്തേക്ക് വരില്ലായിരുന്നു. ഇവരുടെ വീട്ടുകാർ വരുമായിരുന്നു, പക്ഷെ വലിയ ഇഷ്ടമൊന്നുമില്ലായിരുന്നു. അപ്പം എൻ്റേതായ റിസ്കിൽ നമ്മളങ്ങനെ ജീവിച്ച് പോകുന്നതാണ്. അപ്പം എന്താ പറഞ്ഞാൽ പിന്നെ ഇവരുടെ വീട്ടിൽ തന്നെ ആയിരുന്നു ഞാൻ ഫസ്റ്റ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാണ്ട് ആ ഒരു അവരുടെ രീതികളും ചിട്ടകളും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. അപ്പം അങ്ങനെ വഴക്കുണ്ടാക്കിയിട്ടൊന്നുമല്ല, നല്ല മാന്യമായ രീതിക്ക് തന്നെ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് നമ്മൾ ഈ വീട് പറഞ്ഞു വെച്ചത്. പക്ഷെ ആരുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ് കേട്ടോ. മീൻസ് മാറി താമസിക്കുക എന്നുള്ളത് എൻ്റെ സ്വന്തം ആവശ്യമായതും കൊണ്ട് തന്നെ ഞാൻ മാത്രം റിസ്ക് എടുത്തിട്ടാണ് വന്നത്. വീടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷമാണ് എല്ലാവരും അറിഞ്ഞതും നമ്മളെ അടുത്ത് വന്ന് പറഞ്ഞത്. അതായത് കാണാൻ വരുന്നതും ഒക്കെ വീടെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ നമ്മുടെ അച്ചുകുട്ടിയാണെങ്കിൽ 6 മാസത്തിൽ ജനിച്ചത് കൊണ്ട് അവൻ്റെ ഒരു പരിപാടിയും കഴിച്ചിട്ടില്ല, 28 കഴിച്ചിട്ടില്ല, പിറന്നാൾ കഴിച്ചിട്ടില്ല, അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. അതായത് പിന്നെ വീട് കയറി താമസത്തിന് ഈ കുറച്ച് പ്രോബ്ലം മീൻസ് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ആരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ ആരും വിളിച്ചില്ല. എൻ്റെ വീട്ടിൽ നിന്ന് ആരും വിളിക്കാൻ പറ്റില്ല, ഇവരുടെ വീട്ടിൽ നിന്ന് ആരും വിളിച്ചില്ല. നമ്മൾ പൂജ പോലും നമ്മളിവിടെ ചെയ്തിട്ടില്ല. അങ്ങനെയാണ് നമ്മൾ ഈ വീട്ടിൽ കയറിയിരുന്നത്. അപ്പോൾ പിന്നെ ഇരുന്ന് ഒരു 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞു. 3 കൊല്ലം കഴിഞ്ഞപ്പം നമ്മൾ അച്ചൂസിൻ്റെ പിറന്നാൾ വന്നു. അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ കയറി ഇരുന്ന ശേഷം ആദ്യത്തെ പിറന്നാളാണ് അച്ചൂസിൻ്റെ. അപ്പോൾ ഇവൻ്റെ അച്ഛൻ എന്ത് പറഞ്ഞു, നമ്മൾ ഇതുവരെ ഒരു കാര്യം ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അവരുടെ കുടുംബക്കാരെ എൻ്റെ വീട്ടിൽ നിന്ന് ആരും വിളിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അവൻ്റെ കുടുംബക്കാരെ കുറച്ച് പേരെ വിളിച്ചിട്ട് നമുക്ക് ഇവൻ്റെ പിറന്നാൾ ഒന്ന് ആഘോഷിച്ചാലോ, എന്തായാലും പുതിയ വീടും പലരും കണ്ടിട്ടുമില്ലല്ലോ, അപ്പോൾ അവർ വന്ന് കാണുകയും കൂടിയും ചെയ്തോട്ടെ, നമ്മൾ പോയി ക്ഷണിക്കാത്തതുകൊണ്ടായിരിക്കും ആരും വരാത്തത്, അതുകൊണ്ട് എന്നാൽ പിറന്നാളും കൂടിയും കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്നും പറഞ്ഞു. ആയിക്കോട്ടെ, അവരുടെ ഒരു ആഗ്രഹമല്ലേ, റിസ്ക് അല്ല എൻ്റെ ആണെങ്കിലും അവരുടെ ഒരു ആഗ്രഹമല്ലേ, അതും കൂടി നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓക്കെ എന്നാൽ വിളിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ പേരൊക്കെ വിളിച്ചു. അതിൽ ഇവരുടെ അമ്മ വീട്ടിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരുടെ അമ്മയുണ്ടല്ലോ, എൻ്റെ അമ്മായിയമ്മ, അവൻ്റെ വീട്ടിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരാ എന്താന്ന് ഇപ്പം ഞാനിതിൽ പറയണില്ല കേട്ടോ. അപ്പോൾ ആരെ വീട്ടിൽ നിന്നൊരു ബന്ധു നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ എന്ത് കാരണം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അതായത് ഇവർക്ക് തറവാട് വീടുണ്ട്. ഇത് ഞാൻ എൻ്റെ റിസ്ക് എടുത്തിട്ട് സ്വന്തം അങ്ങനെ കെട്ടി അങ്ങനെ ഉണ്ടാക്കിയതല്ലേ.
അപ്പോൾ അമ്മ ഞങ്ങളുടെ കൂടെ പോന്നു. അതായത് ഞാൻ വീടുണ്ടാക്കിയിട്ട് 1-2 കൊല്ലം കഴിഞ്ഞ ശേഷം ഇവൻ്റെ അച്ഛമ്മ ഞങ്ങളുടെ കൂടെ പോന്നു. ഇപ്പോൾ ഞങ്ങളുടെ കൂടെയാണ് ഇരിക്കുന്നത്. ഇപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അപ്പോഴും ഈ പിറന്നാളിന് ക്ഷണിക്കുമ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവരെ വീട്ടിൽ നിന്ന് ഒരു ബന്ധു വന്നു, ലേഡിയാണ് കേട്ടോ. ബന്ധു വന്നപ്പോൾ അയമ്മ എന്ത് പറഞ്ഞു, എന്താണ് മോളെ അമ്മയുടെയും കൂടിയല്ലേ വീട്, ഈ വീടിനെ പറഞ്ഞത്, മോളെ അമ്മയുടെയും കൂടിയല്ലേ വീട്, അതുകൊണ്ട് അമ്മേനെ അതിനനുസരിച്ച് നോക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത കുറച്ച് ഉപദേശങ്ങൾ എന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. കാരണം ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് അന്ന് അച്ചൂട്ടി ചെറിയ കുട്ടി അവനെ കയ്യിലെടുത്തിട്ട് ഇതിൻ്റെ ഓരോ പേപ്പറിനും അവനൊന്നും നോക്കാൻ പോലും ആരും ഇല്ലാണ്ട് ഇവനെ ഒക്കത്തെടുത്തിട്ടും മടി വെച്ചിട്ടും ഞാൻ ഓഫീസുകളുടെ മുന്നിൽ കയറി ഇരുന്നതും മറ്റേ അവരിപ്പോൾ തരാമെന്ന് പറഞ്ഞിട്ട് രാവിലെ തൊട്ട് പോയിരുന്ന് ഞാൻ സെറിലാക്കൊക്കെ കലക്കിയിട്ടാണ് ഈ ഓരോ പേപ്പറിനും ഞാൻ ഓടിക്കൊണ്ട് നടന്നത്. മുനിസിപ്പാലിറ്റിയാണ് ഇത് സ്ഥലം. അപ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഓരോ പേപ്പറുകളും റെഡിയായി കിട്ടുമൊന്നുമില്ല. പിന്നെ ഉദ്യോഗസ്ഥർ നമ്മൾ പറയുമ്പോഴൊക്കെ അവിടെ എടുത്തു വെച്ചിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ, നമ്മളവിടെ പോയി വെയിറ്റ് ചെയ്യണം. അന്ന് ഈ കുട്ടീനൊന്ന് എവിടെയെങ്കിലും ആക്കി പോകാനും കൂടി, പൊരി വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഞാൻ ഈ കുട്ടീനെ എടുത്തിട്ട് ഞാൻ പോയിട്ട് ഓരോ പേപ്പറുകളും അതിൻ്റേതായ റിസ്കിൽ ഉണ്ടാക്കി വന്ന് വീടൊക്കെ വെച്ച് കഴിഞ്ഞ ശേഷം എന്നോട് വന്നിട്ട് ഡയലോഗ് അടിക്കുന്നു. എന്താണ് അങ്ങനെയാണ് വീട്, ഇങ്ങനെയാണ് എന്തോ ഞാൻ അവരെ മറ്റേ തറവാട്ടത്ത് സ്വത്തോ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചിട്ടോ എന്തെങ്കിലും ചെയ്തിട്ട് വീടുണ്ടാക്കിയ പോലെ ഉള്ള രീതിക്ക് എന്നോട് സംസാരിച്ചു. ഞാൻ പക്ഷെ ഒന്നും മിണ്ടിയില്ല. ഒന്നും മിണ്ടാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ഷണിച്ചിട്ട് വന്ന ആൾക്കാരാണ്. അവർ നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിക്ക് സംസാരിച്ചാലും നമ്മളങ്ങനെ തിരിച്ചൊന്നും പറയാൻ പാടില്ലല്ലോ എന്നുള്ള എൻ്റെ മര്യാദയ്ക്ക് ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. അതോടെ ഞാൻ ഒന്നും കേൾക്കാതെ പോയി. അല്ല ഞാൻ ഒന്നിങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടാണ് അത് കേട്ടോണ്ട് നിൽക്കണ. ഇവൻ്റെ അച്ഛൻ്റെ പെങ്ങന്മാരുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ പറയല്ലേ, കുറച്ചൊരു പ്രായമുള്ളൊരു സ്ത്രീയാണ്. എന്നവർ പറയണ്ടേ അങ്ങനെ പറയല്ലേ, അവർക്കറിയാം ഈ വീട് എങ്ങനെയാണ് ഉണ്ടായതെന്നും ഞാൻ എത്രത്തോളം റിസ്ക് അതിൽ എടുത്തിരിക്കണമെന്നും ഈ കേട്ട് നിൽക്കണവർക്കും അറിയാം. പറഞ്ഞാൽ എനിക്ക് അറിയുമോയെന്ന് എനിക്കറിയില്ല, എന്ത് ഉദ്ദേശത്തിലാണ് അങ്ങനെ പറഞ്ഞതും എനിക്കറിയില്ല. അപ്പം എനിക്ക് തിരിച്ചു പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ലായിരുന്നു. പക്ഷെ നമ്മൾ വിളിച്ചു വരുത്തിയ അവരുടെ അടുത്ത് നമ്മളങ്ങനെ പറയാൻ പാടില്ലല്ലോ. അതിൻ്റെ ശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരുടെ വീട്ടിൽ പോകുമായിരുന്നു കേട്ടോ. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ അങ്ങനെ സ്കൂട്ടിയൊക്കെ ഓടിച്ചിട്ട് പോകുമ്പോൾ നേരെ അവരുടെ വീട്ടിൽ പോകും, കയറും, സംസാരിക്കും, വരും. എനിക്കിഷ്ടപ്പെടാത്ത പോലെ പറഞ്ഞാൽ ഇത്രയും ഓവർ റിസ്ക് എടുത്തിട്ട് ഈ പിഞ്ചു കുഞ്ഞിനെയും കൊണ്ടിട്ട്, അതെ അന്ന് ഇവൻ ചെറുതല്ലേ, ഇപ്പോഴല്ലേ അവന് 12 വയസ്സായത്. അപ്പോൾ അവന് കഴിക്കാനുള്ള ആഹാരം പോലും വീട്ടിൽ നിന്ന് സെറിലാക്കാണ് കലക്കി ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഈ കുട്ടിക്കാണെങ്കിൽ എപ്പോഴും അസുഖം വയ്യായിക വരലും, എന്നിട്ട് അതിനെയും കൊണ്ട് ഒറ്റയ്ക്ക് ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോകണം. അങ്ങനെ എല്ലാ റിസ്ക്കും ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് ചെയ്തിട്ട് ഇങ്ങനെ വന്ന് നമ്മൾ സന്തോഷത്തിലൊരു വർത്താനം പ്രതീക്ഷിക്കുമ്പോൾ അവർ തിരിച്ചിങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ഉപേക്ഷിച്ചപ്പോൾ എനിക്കിഷ്ടമായില്ല കേട്ടോ. എനിക്കത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് സങ്കടവും ദേഷ്യവും എല്ലാം കൂടി വന്നു. മീൻസ് നമ്മുടെ അടുത്ത് കയറി ഇരുന്നിട്ട് നമ്മുടെ ഇതിൽ വന്ന് ഇരുന്നിട്ട് അമ്മേനെ സംരക്ഷിക്കുന്നത് ഇപ്പം ഞാൻ തന്നെയല്ലേ, എൻ്റെ അടുത്തല്ലേ ഇപ്പോൾ അവർ ഇരിക്കുന്നത്. സംരക്ഷിക്കേണ്ട പിന്നെ കണക്ക് പറയുമല്ല, അവർ പറഞ്ഞ ഡയലോഗിന് ഞാൻ പറഞ്ഞതാട്ടോ. ഇപ്പം എന്താണ്, വയസ്സായ അമ്മയാണ്, നോക്കില്ല എന്നല്ല ഞാൻ പറയണത്. അതായത് ഇപ്പം ഞങ്ങൾക്ക് ജോലി അട്ടപ്പാടി, ഇവൻ പഠിക്കുന്നത് അട്ടപ്പാടി. ഈ അമ്മയെ ഇവിടെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ടാണ് അവൻ്റെ അച്ഛൻ പോലും ജോലിക്ക് പോണത്. നല്ല പ്രായമായിട്ടുണ്ട്. ഇതിൽ കാണിക്കാത്തത് എന്താണെന്ന് ചോദിച്ചാൽ അവരൊന്നും അങ്ങനെ വീഡിയോയ്ക്ക് അങ്ങനെ വരുമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെയാണ് സംസാരിക്കുക, അതുകൊണ്ട് ഞാൻ കാണിക്കാത്തത് തന്നെയാണ്. അപ്പോൾ ഇഷ്ടമില്ലായ്കയൊന്നുമല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ വീടൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ അവരുടേതായ രീതിക്കല്ലേ അവർ വീട്ടിൽ പെരുമാറും ഇരിക്കുകയൊക്കെ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇനിയിപ്പോൾ വീട് മുഴുവൻ പെയിൻ്റ് അടിച്ചെടുക്കേണ്ട അവസ്ഥ വരെയാണ് എനിക്ക് ഉള്ളിൽ. ഇപ്പം എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല പെയിൻ്റ് അടിച്ചെടുക്കണമെങ്കിൽ. പക്ഷേ വേറെ വല്ല മരുമക്കന്മാരാണെങ്കിൽ ഇങ്ങനെ സമ്മതിക്കുമോ? ഞാനായതും കൊണ്ടല്ലേ ഇത്രയും റിസ്ക് എടുത്തിട്ട് അങ്ങനെയൊക്കെ സമ്മതിക്കില്ല എന്നല്ല, എന്നാലും ഇങ്ങനെ ഡയലോഗ് കേട്ടിട്ടേ, അതായത് നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യണമുണ്ട്, എന്നിട്ട് പിന്നെ അവരുടെ വായിലിരിക്കണതും കൂടിയും കേട്ടിട്ട് അങ്ങനെ കുറച്ചൊരു വിഷമതകളും കൂടെയൊക്കെ കടന്നു വന്നത്. ഇപ്പം ഞാനൊന്നും മൈൻഡാക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പറച്ചിൽ മാത്രമല്ലേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. ഞാൻ എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ കൂടി ഇതെ കുഴിയാനേനെയും പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. പാവടാ, ഉപദ്രവിക്കാൻ പാടില്ല കേട്ടോ. ഉപദ്രവിക്കണ്ട, വേഗം ചത്തുപോകും. അപ്പം അങ്ങനെ പറഞ്ഞ്
ഞാൻ നേരത്തെ വീഡിയോൻ്റെ തുടക്കത്തിലും പറഞ്ഞ് ഞാൻ കാട് കയറി എങ്ങോട്ടേക്കോ പോയില്ലേ. അല്ല പറഞ്ഞതാ. അപ്പോൾ ഇന്നും ആ വാക്കുകൾ എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുകയാണ് പറയുക. ഞാനാണെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങണമെങ്കിൽ പൈസ ഇല്ലാതെ നിന്ന് കരഞ്ഞ അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. വീടിൻ്റെ പണി ഇങ്ങോട്ട് മുഴുവനാവാണ്ടേ അങ്ങോട്ട് അങ്ങനെ കരഞ്ഞ് ഓവർ റിസ്ക് എടുത്ത് അങ്ങനെയൊക്കെ ചെയ്ത അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയല്ലേ ഞാൻ പറഞ്ഞത്, പറയാതിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ എന്നാൽ ഞാൻ ഇനിയിപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കട്ടെ. എന്തൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയോ ചെയ്ത് വയ്യ. ടെറസിൻ്റെ മുകളിൽ ചൂടാവാൻ തുടങ്ങി, വെയിൽ ചൂടടിക്കുന്നുണ്ട്, അപ്പോൾ ചൂടാവാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങളും. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അത് ഒരു വലിയ കാര്യമാക്കി എടുത്തിട്ട് എന്താണ് ഞാൻ അങ്ങനെ ഒന്നും പറയാൻ വരില്ല. ഞാൻ ഇപ്പോൾ എന്ത് പറഞ്ഞാലും എന്ത് മിണ്ടിയാലും എന്ത് ചെയ്താലും ഇപ്പം എല്ലാവർക്കും കുറ്റമാണ്. അതുകൊണ്ട് എന്നെ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഇപ്പോഴും അമ്മയൊക്കെ ഞങ്ങളുടെ കൂടെ തന്നെയാണ്, എൻ്റെ കൂടെ തന്നെയാണ്. ഞാൻ മറുത്തൊരു വാക്ക് പറയാറൊന്നുമില്ല. അതായത് വയസ്സായ അമ്മയല്ലേ, അവരിങ്ങനെ ചുമരി കൂടി ഇങ്ങനെ പിടിച്ച് നടന്നിട്ട് അപ്പോൾ ചുമരിൻ്റെ ആ ഭാഗങ്ങൾ മുഴുവൻ അവൻ്റെ കൈയടയാളാണ്. പിന്നെ അങ്ങനെ ഇപ്പോൾ വേറെയുള്ള അമ്മമാരെ പോലെ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഞാൻ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്, അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള കഴിവ് അതിനില്ല കേട്ടോ. പറഞ്ഞിട്ട് കാര്യവുമില്ല. അപ്പം ഞാൻ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ടെറസ് ചൂടാവാൻ തുടങ്ങി, ഷീറ്റ് ചൂടാവാൻ തുടങ്ങി. ഇനി താഴെ പോട്ടെ, ചോറ് മാത്രമേ വെച്ചിട്ടുള്ളൂ, ഇനി കറി വെക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പറ്റി ഞങ്ങൾ കൽപ്പാത്തിയിൽ പോയിട്ട് അവിടെ നിന്നൊക്കെ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.